ഇന്ന് ഒത്തിരിയേറെ ചർച്ചകൾക്ക് വിധേയമാകുന്നൊരു സബ്ജക്റ്റാണ് മയക്കുമരുന്നിൻ്റെ അടിമത്തവും അതുപോലെ അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങളും. ഇന്ന് നമ്മുടെ നാട്ടിൽ വാർത്ത തുറന്നാലും സോഷ്യൽ മീഡിയ തുറന്നാലും നമുക്കിത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ കുറേ അധികം ചർച്ചകൾ നടക്കുകയാണ്, പലതരം സൊല്യൂഷൻസും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കേട്ട ഒരു സംഭവം, ഇങ്ങനെ ഒരു വാർത്താ ചാനൽ കേട്ടത്, പഴയ കാലങ്ങളിൽ കുട്ടികളെ വടി കൊണ്ട് അടി കൊടുക്കുകയും അങ്ങനെ ശിക്ഷണത്തിലൂടെയൊക്കെ ആളുകളെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്കൂളുകളിൽ ഇന്നില്ല, എന്നാൽ അത് തിരിച്ചു കൊണ്ടുവരണം, അതിൻ്റെ അഭാവമാണ് ഇങ്ങനെയൊക്കെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് എന്ന് ഞാൻ കേട്ടു. ശരിക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് AI കാലഘട്ടത്തിലാണ്. ടെക്നോളജികളുടെ അതിപ്രസരമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ സജഷൻസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം, പക്ഷെ നമുക്ക് എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ കുറേ കൂടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു നമുക്കുണ്ടാകുന്ന ഈ പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സയൻസിനെ കുറിച്ച് നമുക്കറിയാം. എന്താണ് അഡിക്ഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ പലതിനും അഡിക്റ്റായി പോകുന്നത്? ശരിക്കും നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് അഡിക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും ഞാൻ അതിലേക്ക് വരികയാണ്. നമുക്ക് ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഒരു കെമിക്കൽ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് പാത്വേ എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ഡോപ്പമിൻ. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് മോട്ടിവേഷൻ്റെ ഹോർമോൺ എന്നാണ് പറയുന്നത്, മോട്ടിവേഷൻ്റെ കെമിക്കൽ എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന, പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോൺ. ഏറ്റവും നല്ലൊരു ഹോർമോണാണ്, പക്ഷേ ചില സമയം അത് നമുക്ക് ബാഡും ചെയ്യാറുണ്ട്. അപ്പം ഇത് നമുക്ക് വേണ്ട ഒരു ഹോർമോണാണ്. കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഹോർമോണിലൂടെയാണ്. ഇതിനെക്കുറിച്ചൊരു പരീക്ഷണം ശാസ്ത്രജ്ഞന്മാർ നടത്തി. കുറേ എലികളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. അവർ കുറേ അധികം എലികളെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു, ഈ എലികളുടെ ബ്രെയിനിലുള്ള ഈ റിവാർഡ് പാത്വേയിലുള്ള ഈ ഹോർമോണെ, ഈ പറഞ്ഞ ഈ ഡോപ്പമൈനെ അവർ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ഇവരെ ഒരു കേജിൽ അടച്ചു. എന്നിട്ട് ഇവർക്ക് കുറേ ഭക്ഷണം എടുത്ത് വെച്ച് കൊടുത്തു കേജിനകത്ത്. പക്ഷേ എലികൾ ഒന്നും നോക്കുന്നില്ല, ഭക്ഷണത്തെ നോക്കുന്ന പോലെയില്ല, അവർക്ക് കഴിക്കുന്നതുമില്ല. അപ്പം എന്താ ചെയ്ത്, ഈ ശാസ്ത്രജ്ഞന്മാരെടുത്തിട്ട് ഈ ഭക്ഷണം എടുത്ത് ഇവിടെ വായിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ അവർ കഴിക്കുന്നുണ്ട്. അപ്പം എലികൾക്ക് ഡോപ്പമൈൻ ഇല്ലാത്തതുകൊണ്ട് എന്തോ സംഭവിച്ചത്, അവർക്ക് ഭക്ഷണം എടുക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ട്. അപ്പം ഈ ഭക്ഷണം കഴിക്കാതാകുമ്പോൾ അവരെന്താ പറ്റും, അവർ സാധാരണയായിട്ട് അവർ 2 ദിവസം ഭക്ഷണം കിട്ടാതെ വരും, അവർ ചത്തുപോകും. അപ്പോൾ ഇതാ സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഡോപ്പമൈൻ നമുക്ക് വളരെ ഗുണമുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടേയിരിക്കും നമുക്ക്. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് സുഖ ദുഃഖങ്ങളുടെ ഒരു സന്തുലനാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ്. നമുക്ക് സുഖവും വേണം, ദുഃഖവും വേണം. ഇത് ബ്രെയിനിൻ്റെ ഒരു സ്പോട്ടിലാണ് ഇത് രണ്ടും ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നതാണ്. നമുക്ക് പ്ലഷർ ആൻഡ് പെയിൻ ഇത് ഒന്നിച്ചു പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. ശരിക്കും നമ്മുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഇത് ശരിക്കും നമ്മൾ പ്രാചീന മനുഷ്യരെ എടുക്കുക. നമ്മൾ മനുഷ്യനുണ്ടായ കാലഘട്ടത്തിൽ മനുഷ്യൻ കാടുകളിലും ഗുഹകളിലുമായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ ഇന്നത്തെ പോലെ നമുക്ക് മൊബൈലിൽ നമ്മൾ സ്വിച്ച് ഞെക്കുമ്പോഴത്തേന് ഡെലിവറി ബോയ് വന്ന് ഡെലിവറി ചെയ്യുന്ന രീതി അന്നില്ലായിരുന്നു. അന്ന് ഇവരെന്താ ചെയ്യേണ്ടത്, ഇവർ വിശപ്പ് തുടങ്ങുമ്പോൾ നന്നായിട്ട് വിശക്കുമ്പോൾ ഇവരെന്താ ചെയ്യുക, ഇവർ കാട്ടിലേക്ക് ഇറങ്ങും, വല്ല മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അവർക്ക് മണിക്കൂറുകളോ ചിലപ്പോൾ 1, 2 അല്ല 3 ദിവസം അവർക്ക് പിന്നാലെ അലഞ്ഞ് തിരിഞ്ഞതിന് ശേഷമായിരിക്കും അവർക്ക് ഈ ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ അത്രമാത്രം മോട്ടിവേഷൻ ഇവർക്ക് വേണമായിരുന്നു. ഇന്നെന്നാൽ അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ കാലഘട്ടം മാറി, നമ്മുടെ മുന്നിൽ എല്ലാം നമുക്ക് ആക്സസിബിൾ ആണ്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ഒത്തിരി കഷ്ടപ്പെടാതെ നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു കാലഘട്ടത്തിലാണ്. നമുക്കൊരു സ്വിച്ച് ഞെക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നടക്കുന്നു. അതുപോലെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ അധ്വാനം കൊണ്ട് മനുഷ്യർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ എന്നല്ലേ. നമുക്ക് ഒത്തിരി ഫിസിക്കൽ വർക്ക് നമ്മുടെ ജോലികളിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇവരെ വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയൊക്കെ വരുമാനം ഉണ്ടാക്കുന്നു. അപ്പം ഇന്ന് നമുക്ക് സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ്. ഇന്ന് നമുക്ക് ഒന്നിനും തൃപ്തി വരുന്നില്ല. കാരണം നമുക്ക് ഡോപ്പമൈൻ അങ്ങനെയാണ്, നമുക്ക് ഒരു കാര്യം കഴിയുമ്പോൾ മറ്റൊന്നിലേക്ക്. അപ്പോൾ ഏത് കാര്യമാണോ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നത് അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിൻ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ സുഖം ഇങ്ങനെ കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക, നമുക്ക് നമ്മുടെ ബ്രെയിനിൽ, കാരണം ഇത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ബ്രെയിൻ അന്നേരം എന്ത് ചെയ്യും, പെയിൻ്റെ ഭാഗം താഴ്ത്തിക്കൊണ്ടേയിരിക്കും.
അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതനുസരിച്ച് ഇവിടെ വീണ്ടും നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിൻ്റെ സമൃദ്ധിയും നമ്മുടെ ചുറ്റും എല്ലാം ആക്സസിബിൾ ആവുന്ന കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടല്ല നമുക്ക് ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് നമുക്ക് എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായ വഴികളുണ്ട്. അവിടെ ഒത്തിരി ശാസ്ത്രീയമായ വഴികളുണ്ട്. നമുക്കിതിനകത്ത് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, നമ്മുടെ തലമുറയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒത്തിരി വഴികളുണ്ട്. നമ്മളല്ലാതെ ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടല്ല, മറിച്ച് നമുക്ക് നൂതനമായ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. മനഃശാസ്ത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ന്യൂറോ സയൻസിൽ തന്നെ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. ഇത് നമ്മൾ പഠിക്കാനും ഇതിനെക്കുറിച്ച് അവയർനെസ് നമുക്ക് കുട്ടികളിൽ നമ്മുടെ ഇന്നത്തെ പുതിയ ജനറേഷനിൽ കൊടുക്കാനും സാധിച്ചാലേ നമുക്കിതിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ കുട്ടികളെ ശാസിക്കുകയോ അവർക്കത് കൂടുതൽ അവരെ വീണ്ടും അവരെ പ്രശ്നത്തിലേക്ക് പോകും, ശാസിക്കുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ കൂടുതലും അവർ മെൻ്റൽ ഹെൽത്ത് പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. എപ്പോഴും അഡിക്ഷൻ എന്ന് പറഞ്ഞ റീപ്ലേസ്മെൻ്റ് ആണ്, ഒരു കാര്യത്തെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ AI-യുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായ വശങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ അതിജീവിക്കാനും നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും ശ്രമിക്കാമെന്ന് എല്ലാവർക്കും ചേർന്ന് ഒത്തൊരുമിച്ച് നമുക്ക് വരെ ശ്രമിക്കാം.